പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാന്റെ കരുത്തുറ്റ 6 നേതാക്കൾ. ട്രംപിന് മുന്നിൽ ഇറാനെ ഒരടി പിന്നോട്ടു പോകാൻ സമ്മതിക്കാതെ നിർത്തുന്നത് ഇവരാണ്. ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങളെ തോൽപ്പിച്ചതും ഇവരാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ രാജ്യത്തിന്റെ 50ഓളം വരുന്ന രാഷ്ട്രീയ സൈനിക നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും ടെഹ്റാനിലെ ഭരണ സംവിധാനം തകരാതെ പിടിച്ചു നിർത്തിയതും ഇവരാണ്. ട്രംപ് എല്ലാ ഭീഷണികളിൽ ഒതുക്കേണ്ടി വരുന്നതും ഇവർ കാരണമാണ്. മുസ്തഫ ഖമേനിയോട് കടുത്ത കൂറുള്ളവരാണ്. അതിനൊരു കാരണവുമുണ്ട്. പുതിയ പരമോന്നത നേതാവിന്റെ കയ്യിൽ തന്നെയാണ് കടിഞ്ഞാണെങ്കിലും ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന സഹോദര സംഘമാണ്. തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് അബ്ബാസ് അരാഗച്ചിയും സംഘവുമാണ്. ഇറാൻ മരിച്ചാലും അമേരിക്കയുടെ മുന്നിൽ കീഴ്പ്പെടരുത് എന്നുള്ള അയത്തുള്ള അലി ഖമേനിയുടെ ആശയങ്ങളെ കൂടുതൽ കാഠിന്യത്തോടെ പിന്തുടരുകയാണ് ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ആരാണ് ആ 6 നേതാക്കൾ? അയത്തുള്ള ഖമേനിയുടെ അന്ത്യത്തോടെ മുസ്തഫ ഖമേനിയുടെ ഉദയത്തോടെയുമാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ഇറാന്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്നത്. തനിക്ക് വല്ലതും സംഭവിച്ചാൽ രാജ്യത്തെ സൈനികമായി നയിക്കണമെന്ന് അലി ഖമേനി നിർദ്ദേശിച്ചിരുന്ന അലി ലാർജനി കൂടി കൊല്ലപ്പെട്ടതോടെ സഹോദര സംഘത്തിലേക്ക് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം വന്നു ചേരുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ സൈനിക കരുത്തായ ഇസ്ലാമിക റെവല്യൂഷണറി ഗാർഡ് ഫോഴ്സിന്റെ നിലവിലുള്ളതും മുൻപുള്ളതുമായ മുതിർന്ന നേതാക്കളടങ്ങുന്ന സംഘമാണ് സത്യത്തിൽ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. പ്രധാന തീരുമാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മുസ്തഫ ഖമേനിയിൽ തന്നെയാണ്. പക്ഷേ ഭരണം നേരത്തെ പോലെ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബാൻഡ് ഓഫ് ബ്രദേഴ്സ് കൂടി അടങ്ങിയ കൂട്ടായ നേതൃനിരയാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളും മിസൈൽ പ്രയോഗങ്ങളും നടത്തുന്നതും മാത്രമല്ല, ഹോർമൂസിന്റെ കാര്യത്തിലും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മുസ്തഫ ഖമേനി സ്വീകരിക്കുന്നതും ഇവരുടെ സ്വാധീനം കൊണ്ടാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം യാതൊരു കാരണവശാലും പുറത്തു കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തത് ഇതിന്റെ ഫലമായിട്ടാണ്. ഇനി ആരൊക്കെയാണ് ആ സഹോദര സംഘത്തിലുള്ളവർ? മുഹമ്മദ് ബാഗർ കാലിബാഫ്, മുഹമ്മദ് ബാഗർ സോൾഗദർ, അഹമ്മദ് വഹീദി, ഖൊലാം ഹൊസൈൻ മൊഹൈസിനി എജ്ജെ, മുഹമ്മദ് അലി ജഫാരി, ഹൊസൈൻ തൊയ്ബ് ഇവരാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ഇതിൽ പലർക്കും അറിയാവുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഗർ കാലിബാഫിനെയാണ്. മറ്റുള്ളവരെല്ലാം അണിയറയിലിരുന്ന് തന്ത്രവും പ്രതിരോധവും ഒരുക്കുന്നവരാണ്. ഇവരുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് പശ്ചാത്തലം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. 1980 മുതൽ 1988 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധ കാലഘട്ടം അന്ന് വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്രൂരത അരങ്ങേറിയിട്ടുള്ള യുദ്ധം. ഇറാൻ കഠിനമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയതെങ്കിലും ഇറാഖിന് വേണ്ടി അമേരിക്ക അടക്കം പാശ്ചാത്യ ശക്തികൾ ഒന്നടങ്കം നിന്നെങ്കിലും യുദ്ധത്തിലെ അന്തിമ വിജയം അന്ന് ഇറാന് തന്നെയായിരുന്നു. ഇറാന്റെ ആ പോരാട്ട കാലഘട്ടത്തിൽ ഇറാൻ വിപ്ലവ സേനയുടെ ഹബീബ് ബറ്റാലിയൻ സേവനമനുഷ്ഠിച്ചവരാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. അന്ന് 20ഉം 30ഉം വയസ്സുള്ള യുവാക്കളായിരുന്നു ഇവർ. ഹബീബ് ബറ്റാലിയന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ബറ്റാലിയനിൽ ഇപ്പോഴത്തെ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയും ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് തന്നെയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സും മുസ്തഫ ഖമേനിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം. അതായത് ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. യുദ്ധകാലം രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നിലപാടുകളാണ് ഇവരെ ബന്ധിപ്പിക്കുന്നതും. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇറാൻ സ്വന്തം വഴിക്ക് മുന്നോട്ട് പോകണമെന്നും ബാക്കിയുള്ള രാജ്യങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുമുള്ള കടുത്ത നിലപാട് ഇറാന് നൽകിയത് ആ യുദ്ധമാണ്. തങ്ങളെ തകർക്കാൻ ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കേണ്ടി വന്ന കരുത്താണ് ഇവരെ പാശ്ചാത്യ വിരുദ്ധരാക്കാൻ കാരണമായത്. യുദ്ധത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടുകൂടി തന്നെ ഇവർ IRGCയുടെ ഉന്നത ജനറൽമാരും കമാൻഡർമാരുമായി ഉയർന്നു. പിന്നീട് ഓരോ പടികളിലൂടെ രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്തു. ഈ സംഘർഷ കാലഘട്ടത്തിലെയും യുദ്ധകാലഘട്ടത്തിലെയും രൂപപ്പെടുത്തിയ പ്രതിരോധ തന്ത്രങ്ങൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നീക്കങ്ങളുമാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ഇന്നും നടപ്പാക്കുന്നതും. ഇനി ഓരോരുത്തരെയായി പരിചയപ്പെട്ടാൽ, ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള കാലിബാഫ്, മുൻപ് IRGCയുടെ മുൻ എയർഫോഴ്സ് കമാൻഡർ, നാഷണൽ പോലീസ് ചീഫ്, ടെഹ്റാൻ മേയർ എന്നീ പദവികളിൽ. നിലവിൽ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾക്ക് നേരിട്ടുള്ള നേതൃത്വം വഹിക്കുന്നത് കാലിബാഫ് ആണ്. രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കിടയിലെ ഫലമായിട്ടാണ് കാലിബാഫ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെയാൾ മുഹമ്മദ് ബാഗർ സോൾഗാദർ. കാലിബാഫിന്റെ പേരുമായി സാമ്യമുണ്ടെങ്കിലും അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സൈന്യവും രാഷ്ട്രവും എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. IRGCയുടെ മുൻ ഡെപ്യൂട്ടി കമാൻഡറും ആഭ്യന്തരമന്ത്രിയുമായ ഇദ്ദേഹം. രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക സുരക്ഷാ നീതിന്യായ വിഭാഗം ലക്ഷ്യത്തോടെ നീങ്ങുന്നു എന്ന് ഉറപ്പാക്കുന്ന നിർണായക സ്ഥാനത്താണ് ഇരിക്കുന്നത്.
ബാൻഡ് ഓഫ് ബ്രദേഴ്സിന്റെ മൂന്നാമനായ അഹമ്മദ് വഹീദി ഇറാന്റെ പ്രതിരോധ മന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും പ്രവർത്തിച്ചു. ലെബനന്റെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ആയുധ ഗ്രൂപ്പുകളെ വളർത്തിയെടുത്ത ഖുദ്സ് ഫോഴ്സിന്റെ ആദ്യ കമാൻഡറായിരുന്നു. നാലാമനായ മുഹമ്മദ് അലി ജഫാരി അയത്തുള്ള അലി ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവായിരുന്നു. അഞ്ചാമനായിട്ടുള്ള ഖൊലാം ഹൊസൈൻ മൊഹസിനി എൻജയ് 2021 മുതൽ ഇറാൻ ജുഡീഷ്യറി തലവനാണ്. ഈ കൂട്ടായ്മയിൽ ഏറ്റവും കടുപ്പമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. കൂടാതെ ഷിയ പുരോഹിതനാണ്. IRGCയുടെ രഹസ്യ വിഭാഗത്തിന്റെ തലവൻ കൂടിയാണ്. എന്തായാലും ട്രംപ് ഭരണകൂടത്തെ വെള്ളം കുടിപ്പിക്കുകയാണ് ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. അമേരിക്കൻ സൈന്യത്തിന് അതീവ ശക്തമായ പ്രതിരോധങ്ങളാണ്, വെല്ലുവിളികളാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് നടത്തുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയെ മുന്നോട്ടോടിച്ചതും ഈ സൈനിക കൂട്ടായ്മയുടെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയായിരുന്നു. പരമോന്നത നേതാവായിട്ടുള്ള ഖമേനി കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ പ്രതിരോധം തകരാതെ ഇരുന്നതിന് കാരണം ബാൻഡ് ഓഫ് ബ്രദേഴ്സിന്റെ തീരുമാനങ്ങൾ തന്നെയാണ് എന്നതിൽ സംശയമില്ല.